എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. 146 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, എന്മനമേ യഹോവയെ സ്തുതിക്കുക. യഹോവയെ സ്തുതിപ്പിൻ, എന്മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള ഞാൻ യഹോവയെ സ്തുതിക്കും. ജീവനിലൊന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം. ഞാനുള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. പുത്രനും വലുത്. സഹായം കഴിയാത്ത മനുഷ്യപുത്രന്റെ വരുത്. എന്റെ ശ്വാസം പോകുന്നു. അവന്റെ ശ്വാസം പോകുന്നു. മണ്ണിലേക്ക് തിരിയുന്നു. അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ. യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലവും ഉണ്ടാക്കി. സമുദ്രവും അതിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പാലിച്ചു കൊടുക്കുന്നു. പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. ഭക്തന്മാരെ അഴിച്ചുവിടുന്നു. ബുദ്ധന്മാരെ അഴിച്ചുവിടുന്നു. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. പിരിഞ്ഞിരിക്കുന്നവരെ നോർത്തുന്നു. നീതിമാന്മാരെ സ്നേഹിക്കുന്നു. പരദേശികളെ പരിപാലിക്കുന്നു. അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. ദുഷ്ടന്മാരുടെ വഴികൾ മറച്ചു കളയുന്നു. എന്നേക്കും വാഴും. ദൈവം തലമുറ തലമുറകളും തന്നെയാണ്. യഹോവയെ സ്തുതിപ്പീൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ സ്വയംവരെയും നടത്തിയ ദൈവം ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവ് കൂടിയൊരു തന്നല്ലോ. ആരാധന അനുഗ്രഹിക്കണമെന്ന് സംബന്ധിക്കുന്ന ഏവരെയും കർത്താവ് സന്ദർശിച്ച് അവരെയൊക്കെയും ആവശ്യങ്ങളിൽ പ്രവർത്തിച്ച് അവരൊക്കെയും സ്തുതികളിൽ കർത്താവ് കൂടെ ഇരുന്ന് കർത്താവെ പുതിയൊരു ജീവിത അനുഭവത്തിലേക്ക് ഈ പ്രാർത്ഥന മുഖാന്തരം നയിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, എടുക്കേണ്ട സഭയ്ക്ക് വേണ്ടി, പൊതുസഭയ്ക്ക് വേണ്ടി, സഹോദര സഭകൾക്കെല്ലാം വേണ്ടി, ഇന്ത്യ മുസ്ലിം ബന്ധുക്കൾ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഭാഗമായി തന്നെ ഞങ്ങൾ ആത്മീയമായ വളർച്ചയും കർത്താവെ യാത്രയും കർത്താവെ പ്രാപിച്ചെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണം. കർത്താവിന്റെ സഭയോട് ചേർന്ന് ഞങ്ങൾ അഭിവൃദ്ധിയും അനുഗ്രഹവും നന്മയും പ്രാപിക്കട്ടെ. നന്മകൾക്കായി സ്തോത്രം. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കർമ്മ ജനത്തിനായി സ്തോത്രം. ഏവരെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ നമുക്കിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന, ആരാധന സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗമരുത്തനായ ക്രിസ്തുവേശ്വര ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കാലവും കൂടി നമ്മെ വിട്ട് കടന്നുപോയി. നമ്മൾ ഓരോ ആരാധനയ്ക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. എനിക്ക് എത്രമാത്രം മാറ്റം വന്നു, എനിക്ക് എന്ത് അഭിവൃദ്ധി വന്നു, ഞാൻ കർത്താവിനോട് എന്തുമാത്രം അടുത്തു. കാരണം ദൂരം എന്ന് പറയുന്നത് സിയോൻ വരെയും ഉള്ള അകലമാണ്. ഭൂമിയിൽ നിന്ന് സിയോൻ വരെയുമുള്ള അകലമാണ്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര കോടി കിലോമീറ്റർ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇത് മുഴുവൻ ഓടിയെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ നിന്ന് വാർത്തകൾ വായിക്കാൻ ഇടയായി തീർന്നു. മിൽക്കി വേ നമ്മൾ ടെലസ്കോപ്പിൽ കൂടി നോക്കിയാൽ കാണാവുന്ന ഒരു
ആ, സാഹചര്യം കഴിഞ്ഞ 14-ാം തീയതി ഉണ്ടായിരുന്നു. നോക്കിയാൽ കാണാം. മിൽക്കി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഒരു പൊടിയുടെ തരിമ്പ്, അതിന്റെ അംശം മാത്രമേ ഈ സൗരയൂഥവും ഈ സൂര്യനും അതുപോലെ ഈ ഭൂമിയൊക്കെ ഉള്ളൂ. ഇതുപോലെ എത്രയോ മിൽക്കി വേ കൂടിയതാണ് പ്രപഞ്ചം. കണക്കില്ല. അപ്പോ ഇവിടുന്ന് സിയോനിലേക്കുള്ള അകലം നമുക്ക് കണക്കൂട്ടാനൊന്നും സാധിക്കില്ല. അത്രമാത്രം അകലമാണ്. പക്ഷേ ഇതെങ്ങനെ ഈ ഓട്ടം നമ്മൾ തീർക്കും? ഭൂമിയിൽ നിന്നാണ് ഓടേണ്ടത്. സിയോനിലെത്തണം. എങ്ങനെ ഇത് ചെയ്യും? അതിനാണ് ഇത്രയും അങ്ങനെയുള്ള ഒരു ആ, ഒരു സ്ഥലം, അതായത് സ്വർഗം. അത് സ്തേഫാനോസ് നേരെ നോക്കി കാണുകയാണ്. അപ്പൊ ദൂരം എവിടെ പോയി? അപ്പോ കാണാൻ സാധിക്കാത്ത അത്ര ദൂരത്തിലുള്ളത് കാണാൻ സാധിച്ചു. എന്താണ് കാരണം? അതിനാണ് വേറൊരു മണ്ഡലം നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. അത് ആത്മീയ മണ്ഡലമാണ്. സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയെന്ന്. അപ്പോ നമ്മൾ ഈ മണ്ഡലത്തിൽ നിന്ന് ആ മണ്ഡലത്തിലേക്ക് മാറുമ്പോൾ അകലം ഇല്ലാതാവുക. അകലം തീർത്തും ഇല്ലാതായതിനു ശേഷം ഒടുവില് ആത്മാവിൽ വന്നു. ഇത് തീർന്നതിന് ശേഷം തന്റെ ജീവിതം ദൈവിക സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലേക്കൊന്നും പോകണ്ട. അടുത്ത് തന്നെയുണ്ട്. അകലമില്ലാതെ വരും. അകലമില്ലാതെ വരണമെങ്കിൽ ക്രിസ്തുയേശുവിന്റെ സ്വഭാവം മനുഷ്യരിൽ വരണം. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ ഈ അകലം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് സ്വർഗം വരെയുള്ള അകലം എന്ന് പറയുന്നത് നമ്മുടെ ജഡീക സ്വഭാവമാണ്. ആ ജഡീക സ്വഭാവം വിട്ട് ക്രിസ്തുവിന്റെ സ്വഭാവമായാൽ അത് ഇവിടെ അടുത്തു വന്നു, ഏറ്റവും അടുത്തും. പിന്നെ അകലമില്ല. ആ അകലം, അതുകൊണ്ടാണ് വചനം പറയുന്നത്, അല്ലയോ ഗലാത്യരെ, നിങ്ങൾ നന്നായിട്ട് ഓടിയിരുന്നു. നന്നായിട്ട് ഓടിയിരുന്നു നിങ്ങൾ. ഇന്നിപ്പോൾ സത്യം അറിയാതിരിക്കാൻ, സത്യം അനുസരിക്കാതിരിക്കാൻ ആരും നിങ്ങൾ തടുത്തു കളഞ്ഞു? നിങ്ങൾ നന്നായിട്ട് ഓടിയിരുന്നവരാ. ഇന്ന് നിങ്ങൾ ഓടുന്നില്ല. കാരണം എന്താ? സത്യം അനുസരിക്കുന്നില്ല. അപ്പോ ഓട്ടം എന്ന് പറയുന്നത് സത്യം അനുസരിക്കുമ്പോൾ, സത്യം അനുസരിക്കുന്നതാണ് ഓടുന്നത്. സത്യം അനുസരിക്കുമ്പോൾ കിട്ടുന്നത് ദിവ്യ സ്വഭാവമാണ്. ദിവ്യ സ്വഭാവം, യേശുക്രിസ്തുവിന്റെ സ്വഭാവം പൂർണ്ണമായിട്ട് ആയിക്കഴിഞ്ഞാൽ സ്വർഗവും നമ്മളുമായിട്ടുള്ള അകലം തീർന്നു. അവിടെ ഓട്ടം തീർന്നു. ഇതാണ് ഒരു ക്രിസ്ത്യ വിശ്വാസിക്ക് ഓടിത്തീർക്കേണ്ടത്. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ നിന്നു, ഓട്ടം തികച്ചു. അപ്പൊ ഓട്ടം തികച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെ എത്തി? അപ്പോസ്തലനായ പൗലോസ് സിയോനിലെത്തി. അവന്റെ പ്രാണനും സിയോനുമായിട്ടുള്ള അകലമൊക്കെ തീർന്നു. ജഡീകതയൊക്കെ വിട്ടുമാറി ആത്മീക സ്വഭാവത്തിൽ അവൻ വളർച്ച പ്രാപിച്ച ദൈവത്തിന് ഇതപ്രകാരമായി തീർന്നു. ഇതല്ലേ നമ്മുടെ ഓട്ടം? ഇതിനാണല്ലോ കർത്താവ് നമ്മെ വിളിച്ചത്. ആ ഓട്ടമാണല്ലോ നമ്മൾ കാക്ഷിക്കുന്നത്. ആ ലക്ഷ്യമാണല്ലോ, അതിലെത്താനാണല്ലോ ഈ സകലതും വിട്ട് ഈ ലോകത്തിന്റെ മഹിമയും ലോകത്താലുള്ള സുഖവും അതിന്മേലുള്ള നമ്മുടെ സന്തോഷവും എല്ലാം വിട്ട് നമ്മൾ ഈ ഓട്ടം ഓടുന്നത് ആ മഹാപ്രാപ്തിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ജഡീക ജീവിതത്തിൽ നിന്ന്, ഈ ജഡത്തിന്റെ ജീവിതത്തിൽ നിന്ന്, ചിന്തയിൽ നിന്ന്, വാക്കിൽ നിന്ന്, ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന്, ജഡത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് വിട്ടുമാറി ദൈവിക അനുഭവങ്ങൾ യേശു ഇരുന്നത് പോലെ നമുക്ക് ഇരിക്കാനുള്ള അവസരം കർത്താവ് തന്നിട്ടുണ്ട്. അത് ആ നിലയിൽ, ആ ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ എത്തിയാൽ കർത്താവിനോടൊപ്പമായി നമുക്ക് വേറെ ഒന്നും പിന്നെ പ്രാപിക്കാനില്ല എന്ന് നമ്മൾ ഓർത്ത് ഇനിയുമുള്ള കാലങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനില്ല എന്ന് മനസ്സിലാക്കി കർത്താവിന്റെ അടുക്കൽ എത്തിച്ചേരുവാൻ കർത്താവിന്റെ ആത്മാവ് ഇന്ന് നമ്മെ ദിവ്യ സ്വഭാവത്തിലേക്കും ആത്മാവിന്റെ പ്രവർത്തനത്തിലേക്കും നടത്തുവാൻ പ്രസാദിക്കുമാറാണ്. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം, ആ സങ്കീർത്തനം വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിന് പല വശങ്ങളുണ്ട്. കാരണം ഇന്ന് നമ്മൾ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വിശദീകരിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ സമയം മുമ്പോട്ട് പോകും. അതിൽ എഴുതിയിരിക്കുന്ന ഒരു 5 തരം മനുഷ്യരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ 5 തരം മനുഷ്യർ. ഒന്ന് പീഡിതര്, 2 ബദ്ധന്മാർ, 3
വിശന്നിരിക്കുന്നവർ, 4 കുരുടൻ, 5 കുനിഞ്ഞിരിക്കുന്നവർ. ഈ 5 ആളുകളെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ ആർക്കാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? ലോകത്തിലുള്ള മനുഷ്യരിൽ ഏതെങ്കിലും മനുഷ്യരെടുത്തോ, നിങ്ങൾ ഏത് മനുഷ്യരെടുത്തോ, ഇതിലേതിലെങ്കിലും ഏതിലെങ്കിലും അടിമകളാണ്. ഒന്നുകിൽ അവൻ കുനിഞ്ഞിരിക്കുന്നവന്, അല്ലെങ്കിൽ അവന് കണ്ണു കാണാൻ പാടില്ല, അല്ലെങ്കിൽ അവൻ കെട്ടിയിട്ടപ്പെടണം, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവന്, അല്ലെങ്കിൽ അവൻ കണ്ണു കാണാൻ പാടില്ല. ഈ 5 കാര്യങ്ങളിൽ ഉൾപ്പെടാത്ത ആരും ഈ ലോകത്തിലില്ല. എന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനെയാണ്. അപ്പൊ ഈ 5 കാര്യങ്ങളൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരാ? നമ്മൾ ആരാ? എന്താണ് സ്തോത്രം? ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് എന്തെന്ന് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക. ഈ 5 കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. കാരണം ചുറ്റും നോക്കി ഏലീശ പ്രവാചകന്റെ ശിഷ്യനായിരിക്കുന്ന ആ മനുഷ്യൻ തനിക്ക് ചുറ്റും നോക്കിയപ്പോൾ കാരണം എന്താണെന്നറിയാമോ? ഒരു ഭവനം, അതിൽ താനും ഉണ്ട്, ഏലീശ പ്രവാചകനും ഉണ്ട്. നോക്കിയപ്പോ അരാമ്യ സൈന്യം, ശക്തിയേറിയ സൈന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശക്തിയേറിയ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രമാത്രം സമർത്ഥരായ യുദ്ധത്തിനും അത്രമാത്രം മറ്റുള്ള ശത്രുക്കളെ നശിപ്പിക്കാനും തക്ക കഴിവുള്ളവരാണ്. ഇവരെ കൊണ്ട് അവരായിരിക്കുന്ന മല മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ചുറ്റും നോക്കിയപ്പോൾ എന്ത് ചെയ്യും? ഈ 2 പേരും, ഏലീശയും ഈ ഗേഹസി മാത്രമുണ്ട്. എന്ത് ചെയ്യും? കണ്ടപ്പോഴേ തന്നെ പേടിച്ച് വിറച്ചുപോയി. എന്ത് ചെയ്യും? ഇപ്പൊ മരിക്കാൻ പോവാ. കാരണം ഈ പടയങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ തീരുക. അപ്പോ ഏലീശ പ്രവാചകനോട് ഗേഹസി വന്നിട്ട് പറഞ്ഞു, യജമാനെ കണ്ടോ ഇത്? ഈ നമ്മുടെ താമസിക്കുന്ന വീടിന് ചുറ്റും, മലയ്ക്ക് ചുറ്റും പരന്നിരിക്കുന്ന ശത്രുക്കളെ കണ്ടോ? അവർ കൊണ്ടുവന്നിരിക്കണുണ്ടോ? അമ്പ്, വില്ല്, ആയുധം, കുന്തം, സകലവിധ ആയുധങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പേടിച്ചുപോയി. കാരണം തന്റെ ജീവിതം അവസാനിക്കാൻ പോവാ, ഞങ്ങളുടെ ജീവിതം അവസാനിക്കാൻ പോവാ. അപ്പൊ എലീശ പ്രവാചകൻ പറഞ്ഞു, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമാണ് ഗേഹസി. നമ്മോട് കൂടെ ഉള്ളവരെ ഉണ്ടല്ലേ, നീ ഇപ്പൊ ഇതല്ലേ കാണുന്നുള്ളൂ. മറ്റ് നമ്മോട് കൂടെ ഉള്ളവര് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുമല്ല. അവനെന്താ ഇതെന്താ ഈ പറയുന്നത്? അപ്പൊ അവന് വിശ്വാസം വരാൻ വേണ്ടിട്ട് എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം നിന്റെ കണ്ണൊന്നും തുറക്കണം. ഇവൻ കാണാൻ വേണ്ടിയിട്ടാ. കണ്ണു തുറന്നപ്പോഴാണ് മനസ്സിലായത് ഏലീശ പ്രവാചകന്റെ ചുറ്റും അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളുമായിട്ട് ദൂതന്മാരുടെ വലിയൊരു സകലത്തിനെയും നമ്മൾ പഠിക്കുന്നുണ്ട്. അശ്വര്യ പാളയത്തിൽ ഒരു ദൂതൻ വന്ന് ഒരു വാള് കൊണ്ടൊന്ന് വീശിയിട്ട് 1,85,000 പേര് അവിടെ മരിച്ചു വീണു. അങ്ങനെയുള്ള ദൂതന്മാരുടെ വലിയൊരു സംഘം, അഗ്നി രഥങ്ങൾ, തീ കൊണ്ടുള്ള രഥങ്ങൾ, അതുപോലെ അഗ്നി കൊണ്ടുള്ള കുതിരകൾ, ഇതുമായിട്ട് ഇത് പെരയ്ക്ക് ചുറ്റും ആളുകൾ നിന്ന് നിറഞ്ഞിരിക്കുക. അപ്പോഴാണ് ആ ശത്രുവിനെ കാണുന്നത്. ഇത്രേ ഉള്ളോ? അവിടെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരു മനുഷ്യന് അവൻ രാപ്പകൽ നിലവിളിക്കുമ്പോ അവനെ കർത്താവ് കണ്ണൊന്ന് തുറന്ന് കാണിച്ചാൽ മതി. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ കൂടെ ആരാണുള്ളത്, അവൻ എന്ത് സാധിക്കും എന്നുള്ളത് അവനെ കണ്ണു തുറന്ന് കാണിച്ചാൽ മതി. പരാതി തീർന്നു. ഉടനെ അവൻ പറയാണ്, ഇസ്രായേലിന്റെ പേരും തേരാളികളുമായുള്ളവരെ കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം മുഴുവനും എത്രയേറെ വേദനപ്പെട്ട് കലങ്ങിയിരുന്നാലും, എത്രയേറെ നമ്മൾ പ്രയാസപ്പെട്ട് കലങ്ങിയിരുന്നാലും, നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ മിടുക്ക് കൊണ്ടും നമ്മുടെ സാമർഥ്യം കൊണ്ടും നമ്മൾ ജീവിക്കുന്നു, പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെയും നടത്തുന്നു എന്ന്
നമ്മൾ കരുതി മുമ്പോട്ട് പോവുക. കർത്താവിന് എന്നാൽ ദൈവം കണ്ണൊന്ന് തുറക്കുമ്പോഴറിയാം. ദൈവം കണ്ണൊന്ന് തുറക്കുമ്പോഴറിയാം. അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടുന്ന, ദൈവത്തിന്റെ മഹാപ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടുന്ന സ്ഥാനത്ത് ചുറ്റുമുള്ള ശത്രുക്കളെ കണ്ട് അയ്യോ അയ്യോ എന്ന് വിളിക്കുക. സ്തോത്രം. അതാണ് കണ്ണ് കുരുട്ട് കണ്ണുകളുടെ കുഴപ്പം. കുരുടനായിരിക്കുന്നവരുടെ, കണ്ണുള്ളവരുടെ കുഴപ്പമാണ്. അവര് ജീവിതത്തിൽ എന്നും നിലവിളിയാണ്. തങ്ങളുടെ പരാജയത്തെക്കുറിച്ച് വേദനയാണ്. എന്ത് ചെയ്യും? നാളത്തേക്ക് എന്ത് ചെയ്യും? എന്തുടുക്കും? എന്ത് ഭക്ഷിക്കും? നാളെ ഞാൻ എന്ത് ചെയ്യും? ഏത് ഈ എന്റെ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? ഇങ്ങനെ ഇങ്ങനെ രാപ്പകൽ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ അവൻ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം വിളിച്ചത് എന്തിനാ? ദൈവം വിളിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിളിച്ചവൻ ഇത് നിലവിളിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് കണ്ടാൽ അവൻ കണ്ണുകളെ തുറക്കും. കണ്ണു തുറന്നു, പ്രശ്നം മാറി. എന്റെ ദൈവം ഞാനല്ല ഇതൊന്നും നടത്തുന്നത്. ഈ കാര്യങ്ങളൊന്നും നിയന്ത്രിക്കുന്നത് ഞാനല്ല, എന്റെ ദൈവം. കർത്താവ് പറഞ്ഞു ഇന്ന് കാണുന്നതും നാളെ അടുപ്പിലിടുന്നതുമായ ആ പുല്ലിനെ ദൈവം ഇത്രയേറെ അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നിങ്ങൾക്ക് ദൈവ വസ്ത്രത്തെക്കാൾ ശരീരവും ആഹാരത്തെക്കാൾ ജീവനും അത് വലുതല്ലയോ? ദൈവത്തിന് മുമ്പാകെ അത് വലുത് തന്നെയാണ്. അതിനുവേണ്ടി ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ അത് കാണാനുള്ള കെൽപ്പ്, അതാണ് ഒരു മനുഷ്യന് വേണ്ടത്. അതിനുവേണ്ടിയാണ് കർത്താവിന്റെ വചനപ്രകാരം കണ്ണുകളെ തുറക്കുന്നത്. ഇല്ല എങ്കിൽ ആയുഷ്കാലം മുഴുവനും അവനിങ്ങനെ വേദനപ്പെട്ടുകൊണ്ടിരിക്കും. ഒടുവിൽ എല്ലാം സത്യം അറിയുന്ന ഒരു ദിവസം വരും. കർത്താവ് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് രണ്ടാമത് വീണ്ടും നമ്മൾ പഠിക്കുന്നത് പീഡിതരെ സ്വതന്ത്രരാക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്നു. അനേകം പീഡിപ്പിക്കപ്പെടുകയാണ്. അനേകം പീഡിപ്പിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? പീഡിപ്പിക്കപ്പെട്ടിട്ടും കർത്താവിന് അതിന് ഒരു മനസ്താപം തോന്നുന്നില്ലേ എന്ന് ചിന്തിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പീഡയുടെ പെരുപ്പം ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു. പീഡയുടെ പെരുപ്പം ഹേതുവായി അയ്യം വിളിക്കുന്നു. എന്നാൽ അയ്യം വിളിക്കുന്നതിന് പകരം എന്നെ സൃഷ്ടിച്ച ദൈവം എവിടെയെന്ന് ഒരുത്തരും ചോദിക്കുന്നില്ല. എന്നെ സൃഷ്ടിച്ച ദൈവം എവിടെയെന്ന് ഒരുത്തരും ചോദിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവന്റെ തെറ്റുകൾ മനസ്സിലാക്കി അവന്റെ കുറവുകൾ ദൈവത്തിന് ഏറ്റുപറഞ്ഞ് എന്നെ സൃഷ്ടിച്ച ദൈവം എവിടെ? ഞാൻ ഇന്ന് ഈ അതിവേദനയിൽ കിടക്കേണ്ട കാര്യം എന്താ? എന്നെ വിളിച്ച ദൈവം എവിടെ? എന്നെ സൃഷ്ടിച്ച ദൈവം എവിടെ? ഞാൻ ഇന്ന് കടന്നു പോകുന്ന വഴികൾ എങ്ങനെയാണ്? ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഭക്തൻ അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നതിന് കടന്നു പോകുന്ന വഴികളാണോ ഞാൻ കടന്നു പോകുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ പരാതി അല്ലാതെ ഒന്നുമില്ല, പ്രയാസമല്ലാതെ വേറെ ഒന്നുമില്ല, ഞരക്കമല്ലാതെ വേറെ ഒന്നുമില്ല. എന്ത് കാരണം? താന്റെ വചനം പറയുന്നത്, താൻ പറഞ്ഞിരിക്കുന്നത് എന്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്ന് ഒരുത്തനെയും ചോദിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ഈ വിഷയത്തിലൊന്നും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. മൂന്നാമത് നമ്മൾ അത് പഠിക്കുന്നത് ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. ബന്ധിക്കപ്പെട്ടവർ അഴിച്ചുവിടണമെങ്കിൽ അവൻ ബന്ധനത്തിലാണ്, വിവിധമായ ബന്ധനത്തിലാണ്. ബന്ധിക്കപ്പെട്ടതിന്റെ കാരണം എന്താ? പലവിധ ബന്ധനങ്ങളാണ്. രോഗബന്ധനം, കടബാധ്യതയാലുള്ള ബന്ധനം, ഭയത്താലുള്ള ബന്ധനം, വിവിധ തരത്തിലുള്ള ബന്ധനങ്ങളാണ് മനുഷ്യന്. എന്നാൽ ഈ ബന്ധനം അഴിച്ചാൽ എന്ത് ചെയ്യും? ഈ ബന്ധനം അഴിച്ചാൽ 10 കുഷ്ഠരോഗികൾ നിലവിളിച്ചു, 10 പേരെയും കർത്താവ് സൗഖ്യമാക്കി. ഒരുത്തൻ മാത്രം മടങ്ങി വന്നു. അന്യജാതിക്കാരൻ മാത്രം മടങ്ങി വന്നു. ദൈവത്തിന് മഹത്വം കൊടുത്തു.
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 9 പേരെവിടെ? 9 പേർക്ക് സൗഖ്യമായത്, അവര് സന്തോഷമായി, അവർക്ക് വിടുതലായി എന്ന് പറഞ്ഞ് പോയല്ലോ. യഥാർത്ഥത്തിൽ അവർക്ക് വിടുതലായോ? ആയില്ല, ആയിട്ടില്ല. അവരുടെ വിടുതൽ രക്ഷയോടുകൂടിയേ പൂർത്തിയാവുന്നുള്ളൂ. അല്പം കിട്ടിയപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ വരമ്പെന്ന് ഇന്നും ബദ്ധന്മാരായി ഈ ലോകം മുഴുവനും മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ വരമ്പെന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കും എന്ന് ഉറപ്പുള്ളവനെ ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. കർത്താവ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വീണ്ടും പഠിക്കുന്നത്, അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ഒരു മനുഷ്യൻ കുനിയുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നിവർത്തേണ്ടതിന് വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നറിയാം? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും കുനിഞ്ഞ, കാരണം അല്ലെങ്കിൽ തീരെ ബോധമില്ലാത്തവനായിരിക്കും, യാതൊരു ചിന്താശേഷിയില്ലാതെ അവൻ തല ഉയർത്തി നടക്കും. അല്പം ചിന്തിക്കാൻ കഴിവുള്ളവൻ, തന്നെക്കുറിച്ചും തന്റെ കുടുംബത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും ചിന്തിക്കാൻ കഴിവുള്ളവൻ തന്നെ തല താഴ്ത്തുക. കാരണം ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് തരണം ചെയ്യാവുന്നതല്ല. ഈ ലോകത്തിന്റെ ഒരു ആയുഷ്കാലം അപകടം കൂടാതെ അവസാനിപ്പിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. വചനം പറയുന്നത്, ഞാൻ പ്രാണത്യാഗം ചെയ്യാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. മനുഷ്യന് തന്റെ ആയുഷ്കാലം ഒന്ന് തീരാൻ നോക്കിയിരിക്കുന്ന ധാരാളം പേരുണ്ട്. കാരണം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ മനുഷ്യ ശക്തിയാൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ കുനിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് പറയുന്നത്, അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന പല കാരണങ്ങളാണ് കുനിഞ്ഞു നിൽക്കുന്നത്. ദൈവം അതിനുവേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളും എഴുതിയിട്ടുണ്ട്. ഞാൻ മുകളിലേക്ക് വിളിച്ചാലും അവർ നിവർന്നു നിൽക്കുന്നില്ല. ദൈവം ഒരാൾ നിവർന്നു നിൽക്കാൻ ചെയ്യുന്ന ആദ്യത്തെ പണിയാണ് നിവർന്നു നിൽക്കുക. ഉയരത്തിൽ നിന്നുള്ള വിളി ദൈവം വിളിക്കുന്നു. വീണ്ടും ദൈവം ചെയ്യുന്നു, അവർ കുനിഞ്ഞു വീണുപോയി, ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ആരാ? ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. താൻ നാമത്തെ അറിഞ്ഞ് അവരെ നിവർത്തുന്നു. വീണ്ടും നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ പഠിക്കുന്നത്, ദുഷ്ടത നീക്കി അവരെ നിവർത്തുന്നു. ഇങ്ങനെയാണ് കർത്താവ് ഓരോരുത്തരെ നിവർന്നു നടക്കുവാനാക്കുന്നത്. കർത്താവ് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഈ ലോകത്തിന്റെ സകല ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് തന്റെ ജനത്തെ വിടുവിച്ച് നിവർന്നു നടക്കുവാൻ പ്രാപ്തരാക്കുന്ന കാലഘട്ടമാണ്. വീണ്ടും നമ്മൾ പഠിക്കുന്നത്, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം കൊടുക്കും. വിശപ്പുള്ളവർ, ഏത് വിശപ്പ്? ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ അവന്റെ വചനത്തെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. അനേകർ ആഹാരം കൊണ്ട് തൃപ്തി വരുന്നു, ഈ ലോകത്തിലെ ഭക്ഷണം കൊണ്ട് തൃപ്തി വരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഭക്തൻ അങ്ങനെയല്ല. ദൈവം കണ്ട ജനം അങ്ങനെയല്ല. എന്തെല്ലാം വന്നാലും യേശു പറഞ്ഞതുപോലെ, എന്താണ് ആഹാരം കഴിക്കാൻ യേശുവിനെ വിളിച്ചപ്പോ യേശു പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനോ, എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ തീർക്കുന്നതാണ് എന്റെ ആഹാരം. അതാണ് എന്റെ ആഹാരം. അതാണ് സ്വന്തം. അപ്പോ ദൈവത്തിന്റെ വചനം പറ്റി നമ്മൾ പഠിക്കുന്നത്, ദൈവത്തിന്റെ വചനം പ്രാപിച്ച് ആ വചനം അനുസരിക്കുന്നതാണ് ദൈവത്തിന്റെ ആഹാരം. അത് മറ്റെല്ലാത്തേക്കാളും വലുതാണ്. ഇങ്ങനെ ദൈവഭക്തന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സകലതും തീർക്കാൻ ദൈവം നടത്തുമ്പോൾ, ഇന്ന് നമ്മൾ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനം ഓർക്കേണ്ടത്, ദൈവമേ, എന്റെ പീഡ നീങ്ങി പോകണം, എന്റെ വിശപ്പ് മാറണം, ഞാൻ എന്റെ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുതൽ നിന്ന് ഓർത്തണം, എന്റെ കുരുട്ട് കണ്ണിനെ എന്റെ കർത്താവ് തുറക്കുമാണ്, എന്റെ കെട്ടുകളെ കർത്താവ് അഴിക്കണം. ഇത്രയും സ്വാതന്ത്ര്യം ഒരാൾക്ക് ലഭിച്ചാൽ അവൻ ആരാ? അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുയേശു സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, വീണ്ടും നിങ്ങൾ അടിമ നിയമത്തിൽ കുടുങ്ങി പോകരുത്. എന്താ അവൻ ചെയ്തതെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളുടെ കണ്ണിനെ തുറന്നതാണ്, പീഡ നീക്കിയതാണ്, വിശപ്പ് മാറ്റിയതാണ്, കുനിവ് നിവർത്തിയതാണ്, കെട്ടുകൾ അഴിച്ചതാണ്. അങ്ങനെ സ്വതന്ത്രമാക്കി നിവർന്നു നടക്കുവാൻ തക്കവണ്ണം നടത്തിയ
ദൈവത്തിന്റെ ജനം ഇന്ന് വീണ്ടും കുനിഞ്ഞു നടക്കേണ്ടി വരുമ്പോൾ വചനം പറയുന്നത് നമ്മൾ എവിടെ തോറ്റുപോയിരിക്കുന്നു, നമ്മൾ എവിടെ അടിമപ്പെട്ടു പോയിരിക്കുന്നു, നമ്മൾ എവിടെയാണ് വീണ്ടും കുനിഞ്ഞത്, എവിടെയാണ് നമ്മുടെ ഉള്ളിൽ ദുഷ്ടത വന്നത്, എവിടെയാണ് നമുക്ക് വീണ്ടും ബന്ധനം വന്നത്, എവിടെയാണ് നമുക്ക് വീണ്ടും താഴ്ച വന്നത്, പീഡ വന്നത് എവിടെ നിന്നാണ് അത് നോക്കി ദൈവത്തിന്റെ സന്നിധി ഒരു ക്രമീകരണത്തിനുള്ള പ്രാർത്ഥനയാക്കി ആരാധനയാക്കി ഈ ആരാധനയെ കർത്താവ് തീർക്കട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെയും അറിയുന്നവനായ കർത്താവ്, നമ്മുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നവനായ കർത്താവ് ഇന്നും മാറ്റമില്ലാത്തതായി നമ്മളൊപ്പം ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് അന്വേഷിച്ചറിഞ്ഞത് ചെയ്യുന്നവരാണ് നമ്മുടെ കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവർക്ക് നൽകാൻ നോക്കുന്ന സമ്പന്നനാണ് കർത്താവ്. ആ കർത്താവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് നമ്മൾ ഇതുവരെയും കർത്താവ് ചെയ്ത പ്രവർത്തികളുടെ ആഴം നമ്മൾ ഇപ്പോൾ ചിന്തിച്ച വചനമായി 146 സങ്കീർത്തനം നമ്മൾ ചിന്തിച്ച വചനമായി ഈ 5 കാര്യങ്ങളുമായി ചിന്തിച്ച് എന്റെ ദൈവം എനിക്ക് ചെയ്തതെന്ത്, ഇനി ചെയ്യേണ്ടതെന്ത്, ഇന്ന് ഞാൻ ഏതെല്ലാം അവസ്ഥയിലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിന് മുഖത്തും കൊടുത്ത് നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ പല പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവേ